നിങ്ങളുടെ വൈദ്യുതി ബില്ല് 20% മുതൽ 25% വരെ ഉയർന്നേക്കാം. അതായത് 4000 രൂപ കറണ്ട് ബില്ലുള്ളവർക്ക് 5000 രൂപ വരെ വന്നേക്കാം എന്നർത്ഥം. ഇത് ഓരോരുത്തരുടെയും ഉപയോഗത്തിനനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. TOD ബില്ല് എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. അല്ലെങ്കിൽ ഒരു മാസം 250 യൂണിറ്റ് താഴെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് 250 യൂണിറ്റിനും 280 യൂണിറ്റിനും ഇടയ്ക്കുള്ളത്. രണ്ടാമത് ഒരു മാസം 280 യൂണിറ്റിനും 310 യൂണിറ്റും ഇടയ്ക്ക് ഉപയോഗിക്കുന്നവർ. മൂന്നാമത്തത് 310 യൂണിറ്റിനും 400 യൂണിറ്റിനും ഇടയ്ക്ക് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക്. ഒരു മാസം 250 യൂണിറ്റിന് താഴെ കൊണ്ടുവന്ന് TOD ബില്ല് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് നോക്കാൻ കഴിയുന്നത്. 4 രീതിയിൽ ഇത് ഒഴിവാക്കാം. ഒരു രീതി നിലവിലുള്ള ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടർ ആക്കാം എന്നുള്ളതാണ്. രണ്ടാമത് ഓൺ ഗ്രിഡ് സോളാറിനെ ഹൈബ്രിഡ് സോളാറിലേക്ക് മാറ്റാം. മൂന്നാമത് ഒരു ഓഫ് ഗ്രിഡ് സോളാർ വെച്ചുകൊണ്ട് TOD ബില്ലിംഗ് ഒഴിവാക്കാം. നാലാമത് ഹൈബ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒഴിവാക്കാം.